സ്വാതന്ത്ര്യാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമൻ നാരായണീയത്തിലെ രാമായണ ഭാഗം ഉപസംഹരിക്കപ്പെടുകയാണ് അടുത്ത ഒരു ശ്ലോകത്താൽ. ഇന്നലെ പറഞ്ഞു, ഹേതോ സൗമിത്രി ഖാതി സ്വയമഥ, സൗമിത്രിയെ വധിപ്പിച്ചു. യമനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇടയ്ക്ക് ആര് വന്നാലും കൊല്ലാം, അല്ലെങ്കിൽ വധ്യനാണ് എന്നൊരു വ്യവസ്ഥയിലാണ് ലക്ഷ്മണനെ കാവൽ നിർത്തിയത്. അപ്പം അവിടെ യമന് കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രാമൻ്റെ ഭരണം കാരണം ആരും മരിക്കൂല എന്ന് വന്നാൽ അത് തനിക്ക് തന്നെ ഒരു മോശമല്ലേ എന്ന് യമന് ഒരു തോന്നൽ. അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഭഗവാൻ ഉണ്ടാകുമ്പോൾ മൃത്യുശ്ച അനിശ്ചതാനാസി രാമേ രാജന്യദോക്ഷജ എന്നാണ്. ദോക്ഷനായിരിക്കുന്ന രാമൻ ഭരിക്കുമ്പോൾ മൃത്യുവിന് പോലും അയോധ്യയിലേക്ക് കടക്കാൻ പേടിയാണ്. അപ്പം അതിനൊരു കാരണം ഉണ്ടാക്കണം. അതിനിപ്പോൾ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ, താൻ ഇല്ലാണ്ടാവണം, ലക്ഷ്മണനും ഇല്ലാണ്ടാവണം, ഒക്കെ ഇങ്ങോട്ട് ഇല്ലാണ്ടാവണം. അതിനൊരു കാരണം ഉണ്ടാക്കിയതാണ്. സംഭാഷണത്തിലിടയ്ക്ക് ദുർവാസാവ് മഹർഷി വന്നു. കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പേടിച്ചിട്ട് ലക്ഷ്മണൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ദുർവാസാവിനെ അല്ല അനുവദിച്ചത്, താൻ അങ്ങോട്ട് കയറിപ്പോയി. താൻ മരിക്കുകയാണ്, വംശം മുഴുവൻ നശിക്കണേക്കാട്ടിലും ഭേദം എന്ന് വിചാരിച്ച് ഭഗവാനെ ഒരു അർജൻറ്റായിട്ടൊരു കാര്യമുണ്ട്, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു ലക്ഷ്മണൻ. ആവശ്യമൊന്നും വിഷയമില്ല, ഇതിൻ്റെ ഇടയിൽ ആര് വന്നാലും അവർ വധ്യനാണ് എന്നാണ്. അങ്ങനെ ലക്ഷ്മണനെ വധിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടുവെങ്കിലും വധിച്ചില്ല. നാട് കടത്തലും വധിക്കലും ഒന്നാണ് എന്നാണ് പണ്ട്. ചിലപ്പോൾ അങ്ങനെ പരിഹാരം കാണാം എന്നാണ്. തുല്യമായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ലക്ഷ്മണനെ വധിക്കാനുണ്ടോ? ഭഗവാന് സാധിക്കണു. എത്ര ജന്മത്തിലും പെനക്കെട്ടാലും രാമന് ലക്ഷ്മണനെ വധിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അതിന് തുല്യമായ നാട് കടത്തൽ എന്ന് ആചാര്യന്മാർ ഉപദേശിച്ച പോലെ ലക്ഷ്മണനെ ശിക്ഷിച്ചു. താൻ സരയൂ നദിയിൽ പോയി. ലക്ഷ്മണൻ പോയിട്ട് കഴിഞ്ഞപ്പോൾ താൻ ഇരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെ തൻ്റെ ഭരണത്തിനൊരു വിരാമവും തിരശ്ശീലയും വീണതോടുകൂടിയോ യമന് കടക്കാൻ വഴിയായി, പഴുതായി. അങ്ങനെയാണ് യമൻ പഴുതുണ്ടാക്കിയത്. അതാണ് സാകം നാഗം പ്രയാതോ നിജപദകമോ. എല്ലാ ഭൃത്യന്മാരോടും കൂടി നിശേഷ ഭൃത്യൈ സ്വർഗലോകത്തിലേക്ക് ദേവന്മാരും തൻ്റെ ലോകത്തിലേക്ക് രാമനും പോയി. വൈകുണ്ഠം ആദ്യരാജ്യമായിരിക്കുന്ന ലോകം ആയിരിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് കഥ അവസാനിപ്പിച്ചത്. ഈ നോക്കുക, സ്വയം രാമാവതാരത്തിൻ്റെ തത്വം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. സ്വയം മർത്യാവതാരത്തപകലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തി നിരാഗത്യജനമഭിഭവേൻ കാമധർമാതിസക്ത്യ നോ ചേത് സ്വാത്മാനുഭൂതേ കുനുതവ മനസോ വിക്രിയാചക്രപാണേ സത്വം സത്വേകമൂർത്തേ പവനപുരപദേ വ്യാധിനും യാതിതാപാൻ. പവനപുരപദേ വ്യാധിനും യാതിതാപാൻ ഭഗവാനോട് രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ബാക്കി വരികൾക്കാണ് അർത്ഥം കാണേണ്ടതുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, സ്വയം മർത്യാവതാരോ. ഈ മർത്യാവതാരം മനുഷ്യാവതാരമാണ്. രാമാവതാരം കൃഷ്ണാവതാരവും ഏകദേശം അങ്ങനെയാണ്. പക്ഷെ ഒന്നും കൂടി മനുഷ്യനുമായിട്ട് സാമ്യമുള്ള അവതാരമാണ് അത്ര രാമാവതാരം. കൃഷ്ണനിൽ കുറച്ചും കൂടി ഈശ്വരത്വമുണ്ട്. സാധാരണ മനുഷ്യനെ ചേരാത്ത ധർമ്മങ്ങൾ അധികമുണ്ട്. രാമാവതാരത്തിലും അതുണ്ട്. ഭഗവാന്റെ അവതാരത്തിലൊക്കെ അത് രണ്ടും ഉണ്ടാവും. ഒരു സാധാരണ മനുഷ്യനായിട്ട് പറ്റുമോ? എങ്കിലും പറയണം, കൃഷ്ണാവതാരത്തിലാണ് ഈശ്വരത്വം കൂടുക. കുറേയധികം ശതമാനം മനുഷ്യത്വമാണ് രാമാവതാരത്തിൽ. അതാണ് സ്വയം മർത്യാവതാരത്തവകലു യഥം മർത്യശിക്ഷാർത്ഥമേവം. എന്തിനാണ് ഈ രാമാവതാരം ശരിക്കും പറയുകയാണെങ്കിൽ എന്നാണെങ്കിൽ,
ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമല്ല എന്നാണ്. രക്ഷോവധം, രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. മർത്യശിക്ഷാർത്ഥമേവം, മർത്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ്. പല തത്വങ്ങളും ഭഗവാൻ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്സ്യാവതാരം, ഈ മനുഷ്യ അവതാരമായിരിക്കുന്ന രാമാവതാരം എന്നാണ് പറയണത്. ഇവിടെ കാമധർമ്മ അതിശക്തിയ, അതായത് ശ്രീമദ് ഭാഗവതം അതിൻ്റെ ഒരു സംഗ്രഹമാണല്ലോ നാരായണീയം. അതിൽ ശരിക്കും കാമധർമാതിശക്തിയ, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ 4 തരത്തിൽ പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം എന്ന് ഏതുവരെ പറഞ്ഞു വെച്ചു? മഹാഭാരതം ഉണ്ടാക്കിയ വരേക്ക് എത്രയാ തത്വമുള്ളൂ. മഹാഭാരതം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഒരു മാറ്റം വന്നു. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എന്നുള്ളതിൽ ഈ 3 പ്രാധാന്യം ഒന്നങ്ങനെ കുറച്ചു. അനവധി ജീവിത പരിചയം കൊണ്ട് മഹർഷിമാർ കണ്ടെത്തിയതാണ് അത് കുറയ്ക്കുക നല്ലത് എന്ന്. കാരണം ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സമ്പാദിക്കൽ ഒരിക്കലും പൂർണ്ണാവില്ല. അപ്പം നമ്മുടെ ജീവിതം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അധികം ആളുകളുടെയും അപൂർണമാണ്, അങ്ങനെ ആവുള്ളൂ. ഇതൊരു വലിയ മനസ്സിലാക്കലാണ്. കാരണം പലർക്കും നിരാശ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേരെയും. പക്ഷേ ശുഭാപ്തി വിശ്വാസം നല്ലതാണ് കേട്ടോ, അത് വേണ്ടതാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അമിത പ്രതീക്ഷയും ചിലപ്പോൾ ദുഃഖത്തിന് കാരണമാവും. എനിക്ക് 100% കിട്ടണം മാർക്ക്, 100% കിട്ടിയില്ലെങ്കിൽ എനിക്ക് ലക്ഷ്യമില്ല, പിന്നെ പറ്റില്ല, എനിക്ക് വേണ്ട. ജീവിതാവസാനം 98 മാർക്ക് കിട്ടിയിച്ചാലോ, 2 മാർക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഞാൻ മരിക്കുക എന്നൊരു കുട്ടി തീരുമാനിച്ചാൽ അത് ശുഭാപ്തി വിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? അമിത വിശ്വാസം അവിടെ അശുഭാപ്തി വിശ്വാസത്തിലേക്ക് ആക്കുക ചെയ്ത്, അമിതമായിരിക്കുന്ന വിശ്വാസം അവിടെ അശുഭചിന്തയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കാമധർമാതിശക്തിയ വേണ്ട. നിങ്ങൾ ചില ലക്ഷ്യങ്ങൾ വെച്ചോളൂ, ജീവിതമാകുമ്പോൾ അത് വേണ്ടിവരും, പക്ഷേ അത് മുഴുവനും നടക്കും എന്ന് ദയവ് ചെയ്തിട്ട് സ്വപ്നം കാണുകയോ വാശി പിടിക്കുകയോ ചെയ്ത് കിട്ടിയതായി ഇത്രയേ ഉള്ളൂ. ലക്ഷ്യം അവിടെ ഇരിക്കട്ടെ, വെച്ചോളൂ, പ്രവർത്തിച്ചോളൂ, ഒരിക്കലും 100% പ്രതീക്ഷിക്കരുത്. ഇതാണ് ഭാഗവതം ഉണ്ടായ മുതൽക്ക് തത്വത്തിനൊരു മാറ്റം വന്നത്. 100% ആരും പ്രതീക്ഷിച്ചുകൂടാ. ഈ ജീവിതം അങ്ങനെയാണ്. കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാവാം, കുട്ടികളില്ലാത്തവർക്ക് ആ ദുഃഖമാവാം, രണ്ടും ഉള്ളവർക്ക് ധനം ഇല്ലായ്മയാവാം, ഇത് 3 ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നമാവാം, ആരോഗ്യ പ്രശ്നവും ഇല്ല ഒക്കെ തികഞ്ഞവർക്ക് മാനസിക പ്രശ്നം വരും, പരസ്പരം യോജിപ്പില്ല, ഭാര്യയും ഭർത്താവും, ബാക്കിയൊക്കെ ഉണ്ട്, മക്കളുണ്ട്, പൈസയുണ്ട്. ഒരാൾ പറഞ്ഞാൽ മറ്റാൾക്ക് പറ്റില്ല, ദുഃഖമല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചം ഒരിക്കലും പൂർണ്ണമല്ല. ധർമാർത്ഥ കാമങ്ങൾ മുഴുവനും നേടാൻ പറ്റില്ല. ശ്രമിച്ചോളൂ, ആയതായി. അപ്പോൾ ഏതാവണം ലക്ഷ്യം? മോക്ഷം. 4മത്തേതാണ് ലക്ഷ്യമാവേണ്ടത്. അത് ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിച്ചാൽ ഈ 3 പരാജയപ്പെട്ടത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന്, ഒയ്പ്പണി നോക്കട്ടെ എന്ന് പറയുന്നത് നമ്മൾ. അതാണ് ഒരു സുഭാഷിതം തന്നെ, ഗതം ഗതം സർവം ഉപേക്ഷണീയം, ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം. വന്നത് സ്വീകരിക്കാനും നഷ്ടപ്പെട്ടതിനെ തിരസ്കരിക്കാനും പഠിച്ചാൽ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല എന്നാണ്. കോട്ടത്തിൻ്റെ പാട്ടിലിരിക്കട്ടെ, നേട്ടത്തിൻ്റെ പാട്ടിലിരിക്കട്ടെ, രണ്ടും ഉണ്ടാവും. മുഴുവൻ നേട്ടമായിട്ട് ഒരാളുടെ ജീവിതവും ഉണ്ടാവില്ല. ബിസിനസ് തുടങ്ങി അതിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ജീവിതവും, ഒരു മാറ്റവും ഇല്ല. കിട്ടി ചിലപ്പോഴോ വലിയ ലക്ഷങ്ങൾ ചിലവാക്കി ബസ് വാങ്ങിയിട്ട് ആരും കയറാനില്ലാണ്ട് ഓടേണ്ടി വരും. എണ്ണയ്ക്കും കൂടിയും കാശ് കിട്ടില്ല, ദുഃഖമല്ലേ.
50-60 കിലോമീറ്ററുള്ള റൂട്ടിലൂടെ 5-6 ആളെ വെച്ച് ഓടേണ്ടി വന്നാൽ അത് വരും എന്ന് പ്രതീക്ഷിക്കാത്തവൻ ബസ് വാങ്ങരുത്. എനിക്ക് എല്ലാ ട്രിപ്പിലും ഫുള്ളാൾ വേണമെന്ന് വെച്ചാൽ എടുത്ത് വാങ്ങാൻ പറ്റുമോ? ആവുമോ? ഇല്ല. അതുപോലെയാണ് ജീവിതം. അതുകൊണ്ട് കാമധർമ്മത്യാവതാരത്തിക ശിക്ഷണാർത്ഥം എന്ന് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. രക്ഷോവധായ ഇവന കേവലം വിഭോ, രാക്ഷസനായിരിക്കുന്ന രാവണനെ കൊല്ലാൻ വേണ്ടി മാത്രം അല്ല. കുതോന്യഥാ സ്യാത് രമതസ്വ ആത്മനഃസീതാകൃതാനി വ്യസനാനീശ്വരസ്യ. ഈശ്വരാവതാരമായിരിക്കുന്ന രാമന് ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. പിന്നെയാണോ നമ്മൾ അതും മറ്റൊരാളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക? കാണാണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, മറ്റൊരാളുടെ കയ്യിൽ ഒരു കൊല്ലം ജീവിക്കേണ്ടി വരിക. സീതാകൃതാനി വ്യസനാനി, അത്തരം വ്യസനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. തളരല്ല വേണ്ടത്. തളർന്നു രാമൻ? തളർന്നില്ല. അതിനെങ്ങനെയൊക്കെ ശ്രമിക്കാം അങ്ങനെയൊക്കെ ശ്രമിച്ചു. സുഗ്രീവനായിട്ട് സഖ്യം ചെയ്തു, സൈന്യസംഘത്തെ ഉണ്ടാക്കി, അവനെ വേണ്ടത് കൊടുത്തു, ശ്രീകൃഷ്ണത്തെ രാജാവാക്കി, സൈന്യസമേതം ചെന്ന് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തു. നിരാശനായില്ല. അപ്പോൾ അവിടെ അത്തരം ദുഃഖങ്ങൾ, സീതയുടെ കാര്യം എടുക്കൂ. സീത എത്രമാത്രം ദുഃഖിച്ചു. ലക്ഷ്മിയുടെ അവതാരമല്ലേ? എന്നിട്ട് ആ രാവണൻ്റെ കൂടെ രാക്ഷസിമാർ ഭീഷണിപ്പെടുത്തി കഷ്ണാക്കി തന്നെ വെട്ടുന്ന പറഞ്ഞ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ഇതും ഒരു ഭർത്താവല്ല, പിരിഞ്ഞ ദുഃഖം കൊണ്ട് തലമുടി ചുറ്റി മരിക്കാൻ തീരുമാനിച്ചു എന്ന് വാൽമീകി രാമായണത്തിൽ പറയണു. ഒന്നും കിട്ടാനില്ല, മരിക്കാൻ എന്തെങ്കിലും നൂങ്ങാൻ സാധനം വേണ്ടേ, കഴിക്കാൻ വിഷം ആരും കൊണ്ടെത്തണ്ട. ഈ മുടി മരത്തിൻ്റെ ചില്ലയിൽ അങ്ങോട്ട് ചുറ്റി ഞാനങ്ങോട്ട് മരിച്ചാലോ. അപ്പോഴാണ് ഹനുമാനെ കാണുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായി. അതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചില്ല. അപ്പം എന്തുമാത്രം ദുഃഖം സീത സഹിച്ചു, എന്തുമാത്രം ദുഃഖം രാമൻ സഹിച്ചു. അത്രയൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ടോ സത്യത്തിൽ പറയുകയാണെങ്കിൽ? അപ്പോൾ ഇവിടെ സീതാകൃതാനി വ്യസനാനി, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ രാമാവതാരം. പിന്നെ ഒരു തത്വമുള്ളത് സുരോ അസുരോ വാന്യത വാനരോ വാ. വാനരനോ സുരനോ ബാല്യോ ജഡായോ പക്ഷിയോ ആരോ ആയിക്കോട്ടെ, ശബരി നീചജന്മത്തിൽ ആ ജന്മമുണ്ടായി ആയിക്കോട്ടെ, പക്ഷേ ഭക്തി ഉണ്ടായാൽ, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാവാൻ കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ധനം ശക്തിയും. അവർക്കൊക്കെ രാമൻ്റെ അനുഗ്രഹം ലഭിച്ചു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടത് എന്താണ്? ധർമ്മത്തിലുള്ള വിശ്വാസം ഉണ്ടാവുക, സത്യത്തിലുള്ള വിശ്വാസം ഉണ്ടാവുക, ഈശ്വരനോട് ഭക്തി ഉണ്ടാവുക. അല്ലാണ്ട് കുറേ ധനമോ അറിവോ അടക്കം വേണ്ട, ഒന്നും വേണ്ട, ഭക്തി ഉണ്ടായാൽ മതി. അതാണ് മോക്ഷം. അതുതന്നെ മോക്ഷം. ബാക്കി 3 വിട്ടുകളയൂ. വല്ലാതെ കൂട്ടി കീഴ്ച കണക്കാക്കണ്ട. വിജയവും പരാജയവും നഷ്ടവും കോട്ടവും ഉണ്ടാവും. പരിപൂർണ വിജയം എന്നൊന്നില്ല ജീവിതത്തിൽ. 100% ഇല്ല. നമുക്ക് പരീക്ഷയിൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരും, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും 100% ഇല്ല. അത് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയാണ് ഈ രാമാവതാരം. വിശ്ലേഷാർത്ഥി നിരാഗത്യജനമഭിഭവേൽ കാമധർമ്മ അതിശക്തിയാ. കണ്ടോ, കാമധർമ്മത്തിലുള്ളതായ അതിശക്തി, ശക്തി ഉണ്ടായിക്കോട്ടെ, കാമവും ധർമ്മമൊക്കെ നേടാം, കുഴപ്പമൊന്നുമില്ല. അത്യാസക്തി വേണ്ട. അതിൽ ദുഃഖിച്ചു എന്ന് സ്വയം ബോധ്യപ്പെടുത്തി, സ്വയം ലോകത്തിന് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തു. സ്ത്രീജനാസക്തി ഉണ്ടായ ഇങ്ങനെയാണ് ഫലം. സീതയെന്ന് വിളിച്ച് കരയേണ്ടി വന്നില്ലേ? നോ ചേത് സ്വാത്മാനുഭൂതേ കുനതവ മനസോ വിക്രിയാചക്രപാണേ. അല്ലെങ്കിൽ ആത്മാനുഭൂത സ്വരൂപത്തോട് കൂടിയിട്ടുള്ള അങ്ങയ്ക്ക്, ആത്മാവിൽ തന്നെ രമിക്കുന്ന അങ്ങയ്ക്ക് എങ്ങനെ സങ്കടം ഉണ്ടാവും? സ്വാത്മാനുഭൂതേ വിക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖത്തിൽ ഉള്ള പ്രവൃത്തികളെ, വികാരം ഒക്കെയാണ് വിക്രിയ. പ്രപഞ്ചാനുഭവം എന്ന് ചുരുക്കം. അങ്ങക്ക് പ്രപഞ്ചാനുഭവം ഉണ്ടാവുമോ? ഗുരുവായൂരപ്പ ഒക്കെ സാധാരണക്കാർക്കല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങക്ക് എന്തുകൊണ്ടുണ്ടായി? കാമധർമാതിശക്തി. ഞാൻ ഇന്നത് നേടണം, എനിക്ക് ഇന്നത് വേണം, കണക്കാക്കി കൂട്ടി കഴിച്ചു, പെരുക്കി ഹരിച്ചു. അത് വേണ്ട. അല്ലാതെ കൂട്ടും കഴിക്കൊന്നും വേണ്ട. അത് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച പരാജയത്തെ കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. വിജയത്തിന് വേണ്ടി ശ്രമിക്കാം, 100% ഇല്ല. ഇതാണ് രാമാവതാരത്തിൻ്റെ പ്രധാന തത്വം. അല്ലെങ്കിൽ എങ്ങനെയാണ് വിക്രിയ?
മനസ്സിന് ക്ഷോഭമോ വികാരമോ ദുഃഖമോ ശോകമോഹങ്ങളോ ഉണ്ടാവുന്നത്? ഭഗവാൻ അതൊന്നുമില്ല, ഉള്ളതായിട്ട് അഭിനയിച്ചു. അപ്പം അങ്ങനെ ആവണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ആവണ്ട. കൂടുതൽ കാമധർമാതിശക്തി വേണ്ട. വല്ലവരും പറഞ്ഞിട്ട് ഭാര്യയെ ഉപേക്ഷിക്കേണ്ട. അത് രാമൻ ചെയ്തു. രാമൻ ആ കോണ്ടെക്സ്റ്റിൽ അത് ചെയ്തു. ഒന്ന് നോക്കുക, നമ്മുടെ ഭാര്യയെ പറ്റി വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു, നമ്മൾ രാമനാണ് മാതൃക ഇത് പറയട്ടെ, സ്ത്രീ ഉപേക്ഷിക്കുകയോ? പാടില്ല, പാടില്ല. ഉപേക്ഷിക്കില്ല എന്നല്ല, പാടില്ല. കാരണം അത് രാമൻ ആ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ വന്നു, അത് പ്രക്ഷിപ്തമാണ് എന്നടക്കം പറയുന്നവരുണ്ട്. നമ്മൾ ചെയ്യുമോ ഒന്ന് ചിന്തിച്ച് നോക്കുക. പാടില്ല. ചെയ്താൽ അത് അവൻ വിവരമില്ലാത്തവനാണെന്നേ പറയാൻ പറ്റൂ. അതാണ് പുരാണങ്ങളെ നമ്മൾ എടുക്കേണ്ട പോലെ എടുക്കാവൂ, എടുക്കേണ്ടതേ എടുക്കാവൂ, എടുക്കേണ്ട പോലെ എടുക്കാവൂ. അതേപോലെ അന്ധമായിട്ട് അനുകരിക്കാൻ നമുക്ക് വ്യവസ്ഥ ഇല്ല, അങ്ങനെ പാടുമില്ല. ഇതൊക്കെയാണ് ശരിക്കും വരച്ചാണ് മനസ്സിലാക്കേണ്ടത്. വിവാദമായിട്ടുള്ള വിഷയങ്ങളും ഇത് തന്നെയാണ്. എന്നപ്പോൾ നമ്മളെ ഭാര്യയെപ്പറ്റി ഒരാൾ പറഞ്ഞു നമുക്ക് ഉപേക്ഷിക്കേണ്ട, രാമൻ അങ്ങനെ എൻ്റെ ചെയ്യില്ലല്ലോ, ആരും ചെയ്യുമരുത്. സത്വം സത്തേകമൂർത്തേ പവനപുരപതേ വ്യാധിനും വ്യാധിതാപാൻ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ മാറ്റണതിന് ഭഗവാൻ എന്തിനത് ചെയ്തു? കാമധർമാതിശക്തിയ ഉണ്ടാ ചെയ്തത്. ധർമ്മത്തിലുള്ള സാധാരണയിൽ കവിഞ്ഞ ആസക്തി കൊണ്ട്, അധാരണ ബോധം മതി. അല്ല, അധികം ധർമ്മത്തിൽ ഒരു തരം ഭ്രാന്ത്, ധർമ്മഭ്രാന്ത് എന്ന് പറയാലോ, അത് വേണ്ട. അത് വന്നാൽ എന്താണ്ടാവും, ഇത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് പുറപ്പെടണ്ട. ആ അതിശക്തി ഒന്നിലും വേണ്ട. അതി സർവത്ര വർജയേൽ എന്നുണ്ട്. ഇംഗ്ലീഷിലും പറയും ടൂ മച്ച് ഈസ് ടൂ ബാഡ്. ഏതും അധികമായ മോശാത്രേ. ധർമ്മബോധവും അധികമായ മോശമാണ്. ഒരു കണക്കിനെ പാടും എന്നുള്ള കാര്യമാണ് മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുക. സ്വയം മർത്യവതരസ്തവ ഖലു നിയത മർത്യനിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്ഥിരാഗത്തജനമഭവേത് കാമധർമാതിശക്തിയ നോ ചേത്താത്മാനുഭൂതേ കുനതവ മനസോ വിക്രിയാചക്രപാണേ സത്വം സത്തേകമൂർത്തേ ഭോനപുരപദേ വ്യാധിനും വ്യാധിതാവാൻ. പൂർവൻ രാമതമോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം. ഇത് എന്നായാലും ലോകമുള്ളിടത്തോളം ഈ രാമായണം ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം പകർന്നുകൊണ്ട് രണ്ടുപേരും രാമായണമെങ്കിൽ എല്ലാ ദിവസവും വായിക്കാനാണ്. രാമായണം പറയുമ്പോൾ എൻ്റെ സന്ദേശം അതാ, തർക്കടത്തിലേക്ക് ആക്കണ്ടെന്നർത്ഥം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.